അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5-6 മാസം മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെഡ് ബേക്ക് കേക്കാണിത്. വീഡിയോ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്ന മൂഡ് ഉണ്ടായിരുന്നില്ല, മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രീ ആയ ടൈമിൽ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ റെഡ് ബേക്ക് കേക്കിൽ വാനില സ്പോഞ്ച് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്കാണ് ബേസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ ഈ റെഡ് ബേക്ക് കേക്കിൽ ഓരോരോ ലെയേഴ്സും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കും പോലെ ഒറ്റൊരു ബേസ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഇത് വേറെ വേറെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഓരോരോ ലെയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാനില സ്പോഞ്ച് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 3 ലെയറിലും ഓരോരോ മുട്ട വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കുക. ഇപ്പോൾ മുട്ടയുടെ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റിഷ് കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മളെ ബാറ്റർ റെഡി. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡ് ഒന്ന് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് അത്ര അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത കേക്കാണ്. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തട്ടിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബേക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് മൈദ, 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഇടുന്ന ടൈമിൽ നമ്മൾ നോക്കിയിട്ടിടാം. കൂടുതലായിപ്പോയാൽ നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ആ നല്ലൊരു കളർ കിട്ടില്ല. ഇത് 3 പ്രാവശ്യം അരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടൈമൊന്നും വേണ്ട, ഒരു മുട്ട വെച്ച് ചെയ്യുന്ന കേക്കല്ലേ. അപ്പോൾ അത്ര അധികം ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. പതഞ്ഞു വന്നാൽ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്തതാണെങ്കിൽ 1/4 കപ്പിൻ്റെ പകുതി, അതായത് നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/4 കപ്പ് ആകുമ്പോൾ 4 ടേബിൾ സ്പൂണാണ് വരുന്നത്, അതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സാക്കുക. അതിന് ശേഷം നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സൂപ്പർ റെഡ് ജെൽ കളറ്. ഇനി അത് നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല. റെഡ് വെൽവെറ്റിൻ്റെയും വാനില കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് ബേക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബേസും കൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂണ് മൈദ, 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. 3 പ്രാവശ്യം തന്നെ അരിച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കൊക്കോ പൗഡർ കുറച്ച് കട്ടി പിടിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം.
അപ്പോൾ അരിച്ചെടുക്കാനൊക്കെ മടിയുള്ളവർക്ക് വേണമെങ്കിൽ ഒറ്റൊരു പ്രാവശ്യം അരിച്ചെടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കേക്കും നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞിട്ട് നമുക്ക് കേക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് ആ ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു മുട്ട വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര തന്നെ. എല്ലാ കേക്കിലും ഓരോരോ മുട്ട വീതം എടുത്തതുകൊണ്ട് തന്നെ എല്ലാ മെഷർമെൻറ്റും സെയിം ആണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് വന്നാൽ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യാൻ പാടില്ല, കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ സ്പീഡിലിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അത്രയധികം സ്പീഡിലിട്ട് ചെയ്യൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളെ ബാറ്ററി താണു പോകും. അപ്പോൾ നന്നായി കട്ടിയായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി രണ്ടിലും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വെച്ച് കൊടുക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലിലേക്ക് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലിലൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് പാലിൽ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നതും ആക്കുന്നതും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓരോരോ വീഡിയോസിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കേക്കിൽ അങ്ങനെ കൂടുതലായിട്ട് ക്രീം യൂസ് ചെയ്യാറില്ല. ചെറിയൊരു തിൻ ലെയറാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ സ്പോഞ്ച് കേക്കിൽ ക്രീമാക്കി കഴിക്കുന്നതിലും ഒന്നുകൂടി ടേസ്റ്റ് വരാൻ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ബദാം, കാഷ്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസിൻസ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ നല്ലോണം തന്നെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ആ ഒരു ലെയറും കൂടി നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്തതുകൊണ്ടാണ് തിന്നായിട്ടുള്ള ബേസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്തെടുത്താൽ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെയറും കൂടി ഞാനിപ്പോൾ ഇവിടെ ക്രീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്തെടുത്താൽ എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. ഐസിങ് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഒരുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം ഞാൻ നല്ലോണം തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സും നല്ലോണം ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ലെയറായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ബേസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ലെയറും കൂടി നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക, ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്നൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ടൊന്നും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളറും മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽട്ടാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ടുള്ള സിറപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കേക്കിലേക്ക് ചെയ്ത ആ ഒരു ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അരിച്ചെടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ തരിതരി പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചൂടോട് തന്നെ സ്പൂണ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തരിതരി പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോഴും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒലിച്ചിറങ്ങത്തുള്ളൂ. ഇതൊക്കെ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ അത്യാവശ്യം മോശമില്ല എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗനാഷൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒലിച്ചിറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു കേക്ക് തെന്നി വീഴാതെ നമുക്ക് വേറൊരു ട്രേയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഈ ഗനാഷ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കണ്ടുകൊണ്ട് വേറൊരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊന്നും തെന്നി വീഴാതെ സാവധാനം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.